നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മനുഷ്യനും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് 2 നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആദിവാസി യുവാവിനെ അകാരണമായിട്ട് തന്നെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആൾക്കൂട്ട വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത് കന്യാസ്ത്രീകൾ പറഞ്ഞത് ഇവിടെ പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ് സംഘപരിവാർ ശക്തികൾ ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. അത് നമ്മുടെ രാജ്യത്താകെ വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും അതിനെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കന്യാസ്ത്രീകൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളാണ് ജയിലിലടയ്ക്കപ്പെട്ടത്. അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവർ ജയിൽ മോചിതരായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ വലിയ പ്രസ്ഥാനമല്ലെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. രാജ്യസഭയിലും ലോകസഭയിലും എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യമാകെ ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ കൂടി ബലമായി കൊണ്ടാണ് ഈ മോചനം സാധ്യമാകാൻ വേണ്ടി പോകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.